പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അധ്യായം 5 വിസർജനം സമസ്ഥിതി പാലനത്തിന് എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് രണ്ടാം ഭാഗം ആരംഭിക്കുകയാണ്. സെല്ലുലാർ മെറ്റാബോളിസം കോശങ്ങളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നടന്ന് ധാരാളം വേസ്റ്റ് മെറ്റീരിയൽസ്, മാലിന്യങ്ങൾ, വിസർജ്യ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു എന്നും അവ പുറന്തള്ളാൻ ചില ഓർഗൻസ്, അവയവങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലിക്കാനായിട്ട് പ്രധാനമായും സഹായിക്കുന്ന വൃക്കകൾ, കിഡ്നി, അവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, ഇവയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. വൃക്കയുടെ ആന്തരഘടന ചർച്ച ചെയ്ത് നമ്മൾ കോർട്ടക്സും മെഡുലയും എന്നീ രണ്ട് ഭാഗങ്ങളിലായി മൂത്രം രക്തത്തിൽ നിന്നും അരിച്ചു മാറ്റാൻ സഹായിക്കുന്ന ലക്ഷക്കണക്കിന് നെഫ്രോണുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നെഫ്രോണുകൾ അരിക്കുന്ന ഭാഗം കോർട്ടക്സിലും പുനരാകിരണം ചെയ്യുന്ന ഭാഗം മെഡുലയിലുമായി കാണുന്നു എന്നും, ഇങ്ങനെ അരിച്ചു മാറ്റി ഓരോ നെഫ്രോണിൽ നിന്നും കളക്റ്റിംഗ് ഡക്റ്റിലേക്ക്, ശേഖരണ നാളിലേക്ക് എത്തുന്നവ തുടർന്ന് പെൽവിസ് എന്ന ഭാഗത്തേക്ക് എത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. മൂത്രവാഹിയുടെ, അതായത് യൂറിറ്ററിൻ്റെ ബ്രോഡ് എൻഡാണ്, വികസിത ഭാഗമാണ് പെൽവിസ്, അവിടേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നതിന്, യൂറിൻ ഫോം ചെയ്യുന്നതിന് എങ്ങനെയാണ് ഈ നെഫ്രോണിൻ്റെ ഘടന പര്യാപ്തമായിരിക്കുന്നത് എന്നാണ് നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. വൃക്കകളിലെ സൂക്ഷ്മ അരിപ്പകൾ, അൾട്രാ ഫിൽട്രേഴ്സ് ഇൻസൈഡ് കിഡ്നീസ്, അതാണ് നെഫ്രോണുകൾ. ഒരു നെഫ്രോണിൻ്റെ ഘടന നോക്കൂ നിങ്ങൾ. ഒരറ്റത്ത് ഒരു കപ്പ് പോലെയുള്ള ഭാഗവും തുടർന്നൊരു നീണ്ട കുഴലുമാണ് ഉള്ളത്. ഇവിടെ കാണാൻ നിങ്ങൾ ആ കപ്പ് പോലെയുള്ള ഭാഗം, അതിന് ബോമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇരട്ട ഭിത്തിയുള്ളതാണ്, ഡബിൾ വാൾഡ് ആണ് ഈ കപ്പ് ഷേപ്പ്ഡ് പോർഷൻ. അതിൻ്റെ തുടർച്ചയായിട്ട് നീണ്ട ചുരുണ്ട ഒരു കുഴൽ ഇങ്ങനെ വരുന്നു. ഇതാണ് വൃക്കാനളിക, അതല്ലെങ്കിൽ റീനൽ ട്യൂബുൾ. എത്തിച്ചേരുന്നത്, റീനൽ ട്യൂബുൾ അല്ലെങ്കിൽ വൃക്കാനളിക എത്തിച്ചേരുന്നത് കളക്റ്റിംഗ് ഡക്റ്റ് അഥവാ ശേഖരണ നാളിയിലേക്കാണ്. കുറേ നെഫ്രോണുകൾ ഒരു ശേഖരണ നാളിയിലേക്ക് തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബോമാൻസ് ക്യാപ്സൂളിനകത്തേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ കയറി ധാരാളം ലോമികകളായി പിരിഞ്ഞ് ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് അവിടെ രൂപപ്പെടുന്നുണ്ട്. ഇതാണ് ഗ്ലോമർലസ്. ഈ ഒരു ലോമികാജാലമാണ് ബോമാൻസ് ക്യാപ്സൂളിനകത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന, അതാണ് ഗ്ലോമർലസ്. രക്തം അതിലൂടെ സഞ്ചരിക്കുന്നു, തുടർന്ന് തിരികെ ഒരു ധമനി ആയിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. നമുക്ക് ഈ ഭാഗമൊന്ന് കാണാം. പുസ്തകത്തിൽ കൊടുത്തൊരു ചിത്രമാണിത്. ഒരു നെഫ്രോൺ ഇവിടം തൊട്ട് ഇങ്ങനെ വരുന്ന ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണിച്ചിരിക്കുന്ന നെഫ്രോൺ ശേഖരനാളിയിലേക്ക് എത്തുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. അവിടെ രക്തം കൊണ്ടുവരുന്ന കുഴൽ അഫറന്റ് വെസൽ എന്ന് പറയും. ഇവിടെ ഈ ഭാഗം ഒന്ന് വലുതാക്കി കൊടുത്തിട്ടുണ്ട്. അഫറന്റ് വെസൽ ബ്ലഡ് കൊണ്ടുവരുന്നു. അത് റീനൽ ആർട്ടറിയുടെ, വൃക്കാധമനിയുടെ ഒരു ബ്രാഞ്ചാണ്, ഒരു ശാഖയാണ്. തുടർന്ന് അത് ഇതിനുള്ളിൽ, ഈ ബോമാൻസ് ക്യാപ്സൂളിനുള്ളിൽ അത് ധാരാളമായി പിരിഞ്ഞ്, ശാഖകളും ഉപശാഖകളുമായിട്ട് പിരിഞ്ഞ് ഒരു നെറ്റ്വർക്ക് രൂപപ്പെടുത്തുന്നു. അങ്ങനെ വളരെ സൂക്ഷ്മമായ അരിപ്പകളായിട്ട് ഇവർക്ക് വർത്തിക്കാൻ ഇവിടെ കഴിയുന്നു. ഇതാണ് ഗ്ലോമർലസ്. ഈ ഗ്ലോമർലസിലെ രക്തലോമികളെല്ലാം പിന്നീട് ചേർന്ന് ഇഫറന്റ് വെസലായിട്ട് പുറത്തു വരുന്നു. ഇതാ ഇഫറന്റ് വെസലായിട്ട് പുറത്തു വരുന്നു. ഈ ഇഫറന്റ് വെസൽ പിന്നീട് ധാരാളം ലോമികളായി ഈ നീണ്ട വൃക്കാനളികക്ക്, റീനൽ ട്യൂബുകളിന് ചുറ്റും അണിനിരന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഇഫറന്റ് വെസൽ, ഇത് അഫറന്റ് വെസൽ, ഇത് ഗ്ലോമർലസ്, പിന്നീട് ഇഫറന്റ് വെസൽ, ഇങ്ങനെ ഈ വെസൽ ശാഖകളായിട്ട് മാറി തുടർന്നൊരു സിരയായിട്ടാണ് പോകുന്നത്. റീനൽ വെയിനിലേക്കാണ് പോകുന്നത്, വൃക്ക സിരയിലേക്കാണ് പോകുന്നത്. ഈ ഒരു നെറ്റ്വർക്ക്, ഇഫറന്റ് വെസലിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു ശൃംഖല ലോമികാജാലത്തെ ബാഹ്യനളികാ ലോമികാജാലം അഥവാ പെരിട്യൂബുലാർ കാപ്പിലറീസ് എന്ന് പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ഭാഗം കോർട്ടക്സിലാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ബാക്കി ഭാഗം, ഇത്രയും അടിഭാഗം, ഈ കുഴലുകളും ഈ ശേഖരനാളിയൊക്കെ മെഡുലയിൽ ആണ് കിടക്കുന്നത്. ഏതാണ്ട് 12 ലക്ഷത്തോളം ഓരോ വൃക്കയിലും ഇങ്ങനെയുള്ള സൂക്ഷ്മ അരിപ്പകൾ, മൈക്രോ ഫിൽറ്റേഴ്സ് ഉണ്ട്. നെഫ്രോണുകൾ 12 ലക്ഷത്തോളം ഉണ്ട്.
എങ്ങനെയാണ് മൂത്രം ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ അഫറന്റ് വെസലിൻ്റെ ഈ സൈസ് നോക്കുക നിങ്ങൾ. എന്നാൽ അതിനേക്കാൾ സൈസ് കുറവാണ് ഇഫറന്റ് വെസൽ. അഫറന്റ് വെസലിൽ ധാരാളം രക്തം അടങ്ങിയിരിക്കുന്നു. എന്നാൽ അത്രയും രക്തം വഹിക്കാനുള്ള കഴിവ് ഇഫറന്റ് വെസലിനില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു പ്രഷർ കൂടുതലായിരിക്കും. ആ പ്രഷർ കൊണ്ട് ഗ്ലോമറുലസിലൂടെ ഒഴുകുന്ന രക്തം ഇവിടേക്ക് ഊറി ഇറങ്ങുന്നു. ഇവിടെ ഒരു അരിക്കൽ പ്രക്രിയ നടക്കുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ദ്രാവകം ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് ശരീരത്തിന് ആവശ്യമുള്ളത് ഈ ലോമികാജാലം, ഈ ലോമികാജാലം ആഗിരണം ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. അവശേഷിക്കുന്നതാണ് ശേഖരനാളിയിലെത്തുക. നമുക്കൊന്ന് കാണാം നെഫ്രോണിൻ്റെ ഓരോ ഭാഗങ്ങളുടെയും ധർമ്മം എന്താണെന്ന് നോക്കാം. ബോമാൻസ് ക്യാപ്സ്യൂൾ, ദ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റ് വൺ എൻഡ്, ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയോടുകൂടിയ കപ്പ് പോലുള്ള ഭാഗമാണ്. അതിനുള്ളിലാണ് ഗ്ലോമറുലസ് ഉണ്ടാവുക. ഈ ഗ്ലോമറുലസിൻ്റെ ജോലി എന്താണ്? അതാണ് മൂത്രം അരിച്ചു മാറ്റുന്നത്. അൾട്രാ ഫിൽട്രേഷൻ, സൂക്ഷ്മ അരിക്കൽ പ്രക്രിയ കാര്യമായി അവിടെ നിന്നാണ് ഉണ്ടാവുന്നത്. ദ കാപ്പില്ലറി നെറ്റ്വർക്ക് ഇൻസൈഡ് ദി ബോമാൻസ് ക്യാപ്സ്യൂൾ, ബോമാൻസ് ക്യാപ്സ്യൂളിനകത്തെ സൂക്ഷ്മ ലോമികാജാലം. അവിടേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന റീനൽ ആർട്ടറിയുടെ ശാഖയാണ് അഫറന്റ് വെസൽ. പുറത്തേക്ക് ഗ്ലോമറുലസിൽ നിന്ന് കൊണ്ടുവരുന്ന ധമനി ശാഖ തന്നെയാണ് ഇഫറന്റ് വെസൽ. ഓർക്കുക, ഇഫറന്റ് വെസൽ ഒരിക്കലും സിരയല്ല, വെയിനല്ല എന്ന് ഓർക്കുക. ദ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി വിച്ച് എൻറ്റേഴ്സ് ബോമാൻസ് ക്യാപ്സ്യൂൾ, ബോമാൻസ് ക്യാപ്സ്യൂളിന് അകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് ഫ്രണ്ട് വെസൽ. അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലാണ് ഈ ഫ്രണ്ട് വെസൽ. റീനൽ ട്യൂബുൾ, ഈ ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ തുടർച്ചയായിട്ട്, ആ ഇരട്ട ഭിത്തിയുടെ തുടർച്ചയായിട്ട്, കപ്പ് പോലുള്ള ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ട് കാണുന്ന നീണ്ട കുഴൽ, ലോങ് ട്യൂബുൾ, നീണ്ട നാളി. കളക്റ്റിംഗ് ഡക്റ്റ്, അത് എത്തിച്ചേരുന്നത് ശേഖരണ നാളിയിലേക്കാണ്. ദി പാർട്ട് വേർ റീനൽ ട്യൂബിൾസ് ആൻഡ് കളക്ട്സ് യൂറിൻ, വൃക്കാനാളിയിൽ വന്നു ചേരുന്ന മൂത്രം ശേഖരിക്കുന്ന, അവസാനം മൂത്രം ഉണ്ടാവുന്ന അല്ലെങ്കിൽ മൂത്രമായി ശേഖരിക്കപ്പെടുന്ന ഏരിയ. പെരി ട്യൂബുലർ കാപ്പിലറീസ്, ബാഹ്യനളിക ലോമികാജാലം, ഞാൻ പറഞ്ഞു ഇഫറന്റ് വെസൽ, അത് തുടർച്ചയായി റീനൽ ട്യൂബുകളിനോട്, അതായത് വൃക്കാനളികയ്ക്ക് ചുറ്റും കാപ്പിലറി നെറ്റ്വർക്കായിട്ട് നിൽക്കുന്നു. അതാണ് ആ ബാഹ്യനളിക ലോമികാജാലം, അതാണ് പെരി ട്യൂബുലർ കാപ്പിലറീസ്. മൂത്രം രൂപപ്പെടുന്ന എങ്ങനെ നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു അഫറന്റ് വെസലിലൂടെ വരുന്ന രക്തം ഗ്ലോമറുലസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നാണ് അരിച്ചിറങ്ങുന്നത്. ഏറ്റവും അവസാനം മൂത്രമായിട്ട് മാറുന്നു. ഈ പ്രക്രിയക്ക് ചില ഘട്ടങ്ങളുണ്ട്. ആദ്യം സൂക്ഷ്മ അരിക്കൽ, അൾട്രാ ഫിൽട്രേഷൻ നടക്കണം. അങ്ങനെ ഈ ഗ്ലോമറുലസിലെ സുഷിരങ്ങളിലൂടെ, മൈന്യൂട്ട് പോഴ്സിലൂടെ വരുന്ന രക്തത്തിലെ പ്ലാസ്മ പോലെയുള്ള ഭാഗം, ദ്രാവക ഭാഗം ചില വസ്തുക്കൾ സഹിതം ഊറി ഇറങ്ങുന്നു. മാത്രമല്ല ഉള്ളിലുള്ള ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ഭിത്തിയിലും സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. അതിലൂടെ ഊർന്നിറങ്ങി ബൊമാൻസ് ക്യാപ്സ്യൂളിനകത്തെ ക്യാപ്സുലാർ സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. എന്തായാലും ഇങ്ങനെ ഫിൽറ്റർ ചെയ്തിറങ്ങുന്നത് കൊണ്ട്, ഗ്ലോമറുലസിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത്, അൾട്രാ ഫിൽട്രേഷൻ നടന്ന് ഫിൽറ്റർ ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ട് ഈ ദ്രാവകത്തിൻ്റെ പേര് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അതിൽ നിന്നാണ് മൂത്രം ഉണ്ടാവുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് റീനൽ ട്യൂബുകളിലൂടെ, വൃക്കാനളികയിലൂടെ ശേഖരനാളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ശരീരത്തിന് ആവശ്യമുള്ള പല ഘടകങ്ങളും അതിലുണ്ടായതുകൊണ്ട് അത് അബ്സോർബ് ചെയ്യപ്പെടും, പുനരാഗിരണം ചെയ്യപ്പെടും. തുടർന്നേ അത് സ്രവിക്കപ്പെടുകയുള്ളൂ, അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ, ശേഖരനാളിയിലേക്ക് എത്തുന്നുള്ളൂ. ശേഖരനാളിയിൽ എത്തുമ്പോൾ അധികമുള്ള ജലവും പുനരാഗിരണം ചെയ്യപ്പെടേണ്ടതുണ്ട്. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ സംഭവിക്കും. അങ്ങനെ രക്തത്തിൽ നിന്ന് ഊറിയുണ്ടായ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അബ്സോർപ്ഷനും മറ്റും കഴിഞ്ഞ് ശേഖരനാളിയിൽ എത്തുമ്പോൾ മാത്രമാണ് അതിന് മൂത്രം അല്ലെങ്കിൽ യൂറിൻ എന്ന് പറയുക. ഈ പ്രോസസ്സ് നിങ്ങളുടെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരു ചിത്രീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. സൂക്ഷ്മ അരിക്കൽ, അൾട്രാ ഫിൽട്രേഷൻ എന്ന പ്രോസസ്സ് ഈ ഭാഗത്ത് നടക്കുന്നു. പുനരാഗിരണവും ശ്രവണവും, അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ ഈ ഭാഗത്ത് എവിടേക്ക് ബാഹ്യനളികാലോമികാജാലത്തിലേക്ക് പെരി ട്യൂബുലാർ കാപ്പിലറി നെറ്റ്വർക്കിലേക്കാണ് നടക്കുന്നത്. ജലത്തിൻ്റെ ആഗിരണം, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ, അത് നടക്കുന്നത് ശേഖരണനാളിയിലും വെച്ചാണ്. രക്തത്തിൽ നിന്നുണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, അതായത് ഈ ഗ്ലോമറുലസിൽ നിന്ന് ഊറി ഇറങ്ങുന്ന ഫിൽട്രേറ്റ്,
അത് ക്യാപ്സുലർ സ്പേസിൽ ശേഖരിക്കപ്പെടുന്നു. എന്താണ് ക്യാപ്സുലർ സ്പേസ്? ആ ഡബിൾ വാൾഡ് കപ്പ് ഷേപ്പ്ഡ് പോർഷനാണല്ലോ ബോമാൻസ് ക്യാപ്സ്യൂൾ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം. അത് ഈ ഒരു ട്യൂബുകളിലൂടെ, റീനൽ ട്യൂബുകളിലൂടെ, വൃക്കാനളികയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് മുതലായവ, വൈറ്റമിൻസ് മുതലായവയൊക്കെ ഏകദേശം കംപ്ലീറ്റ് അബ്സോർപ്ഷൻ നടക്കും അതിലേക്ക്. ഇവിടെ രക്തക്കുഴലുകൾ കാണിച്ചിട്ടില്ല, അവിടേക്കാണ് രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടും. സോഡിയം അയോൺ, കാൽഷ്യം അയോൺ, പൊട്ടാസ്യം അയോൺ, കുറച്ച് ജലമൊക്കെ അതും രക്തത്തിലേക്ക് പോകും. എന്നാൽ യൂറിയ മറ്റോ ആ രക്തത്തിലുണ്ടെങ്കിൽ, ഹൈഡ്രജൻ അയോണൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് തന്നെ വന്നു ചേരുകയും ചെയ്യും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ നിന്നും അവശ്യ വസ്തുക്കൾ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുന്നു. റീ അബ്സോർപ്ഷൻ ഓഫ് എസെൻഷ്യൽ കമ്പോണൻസ് ടു ബ്ലഡ്. തുടർന്ന് അത് ബാക്കി ഇങ്ങോട്ട് സ്രവിക്കും, ഇങ്ങോട്ട് സെക്രീറ്റ് ചെയ്യപ്പെടും. ഇവിടെ എത്തുമ്പോഴോ അതിൽ ജലം ഉണ്ടെങ്കിൽ, ആ ജലം അധികമുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും രക്തക്കുഴലിലേക്ക് തന്നെ, രക്തത്തിലേക്ക് തന്നെ വരും. അവസാനം യൂറിൻ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്, അല്ലേ? അവസാനം മൂത്രം അവശേഷിക്കും. ഇങ്ങനെ ശേഖരനാളികളിലൂടെ എത്തുന്ന മൂത്രമാണ്, അങ്ങനെ എത്തുന്ന തുള്ളികളാണ് പിന്നീട് ഇതിൻ്റെ തുടർച്ചയായിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പെൽവിസ്, മൂത്രവാഹിയുടെ യൂറിറ്ററിൻ്റെ ആ എൻഡ്, ആ തുടക്കം, ആ ഒരു ഇനീഷ്യൽ ബ്രോഡ് പാർട്ട്, അവിടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം. ഗ്ലോമറുലസിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയും ബോമാൻസ് ക്യാപ്സ്യൂളിൻ്റെ ആന്തരഭിത്തിയിലൂടെയും സൂക്ഷ്മ അരിക്കലിന് വിധേയമാവുന്ന രക്തത്തിൽ നിന്നും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുന്നു. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ബൈ ദി അൾട്രാ ഫിൽട്രേഷൻ ത്രൂ ദി പോഴ്സ് ഓഫ് ഗ്ലോമറുലസ് ആൻഡ് ഓൾസോ ത്രൂ ദി ഇന്നർ വാൾ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ അവിടെ സൂക്ഷ്മ അരിക്കൽ, ആ അൾട്രാ ഫിൽട്രേഷൻ എന്നുള്ള പ്രോസസ്സ്, അവിടെ നിന്നും ശരീരത്തിന് ആവശ്യമായ വസ്തുക്കൾ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യപ്പെടുകയും തുടർന്ന് ബാക്കിയുള്ളവ ശേഖരനാളിയിലേക്ക് സ്രവിക്കപ്പെടുകയും ചെയ്യും. ആഫ്റ്റർ ദ റീ അബ്സോർപ്ഷൻ ഓഫ് എസെൻഷ്യൽ സബ്സ്റ്റൻസസ് ടു ബ്ലഡ് ഫ്രം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ദ ഫിൽട്രേറ്റ് റീച്ചസ് ദി കളക്ടിംഗ് ഡക്റ്റ്. അവിടെ ആ റീ അബ്സോർപ്ഷൻ എന്നുള്ളത് പ്രധാനമായിട്ടും ഓർക്കുക. ഇനി അധികമുള്ള ജലം കൂടി ആഗിരണം ചെയ്യപ്പെടുന്നതോടെ മൂത്രം ആയി അത് പെൽവിസിലേക്കും മൂത്രവാഹിയിലൂടെ മൂത്രസഞ്ചിയിലേക്കും എത്തും. ആഫ്റ്റർ ദ റീ അബ്സോർപ്ഷൻ ഓഫ് എക്സസ് വാട്ടർ, ദ ഫ്ലൂയിഡ് യൂറിൻ reaches the pelvis and ultimately to the urinary bladder through ureters. വളരെ ബുദ്ധിമുട്ടില്ലല്ലോ. രക്തത്തിലെ ഘടകങ്ങളിൽ ചിലതൊക്കെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലുണ്ടാവും. ഉദാഹരണത്തിന് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് പോലെയുള്ള ഘടകങ്ങളൊന്നും, വലിയ പ്രോട്ടീനുകളൊന്നും ഈ രക്തത്തിൽ നിന്ന് ഒരിക്കലും അൾട്രാ ഫിൽട്രേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടാവില്ല. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഏറെക്കുറെ പ്ലാസ്മയിലുള്ള ഘടകങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാം, പ്ലാസ്മയിൽ ലയിച്ച ഘടകങ്ങളൊക്കെ. എന്നാൽ ഇവയിൽ പലതും ശരീരത്തിലേക്ക് തന്നെ റീ അബ്സോർബ് ചെയ്യപ്പെടും. കാരണം എസെൻഷ്യൽ കമ്പോണൻസ് ആണല്ലോ. അത്തരം ആവശ്യമുള്ള അവശ്യ ഘടകങ്ങളൊക്കെ തിരികെ രക്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവശേഷിക്കുന്നതിൽ ഭൂരിഭാഗവും ജലം തന്നെ ഉണ്ടാവും. അത് 96%, 96% വാട്ടർ, യൂറിയ 2%, ബാക്കിയുള്ള എല്ലാം കൂടി 2%, 2%. യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, ഫോസ്ഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്. എന്നാൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ രക്തത്തിൽ കൂടുതൽ ഘടകങ്ങൾ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ അതിൽ കുറവ്, മൂത്രത്തിൽ വളരെ കുറവാണ്. ഇനി ഓരോ ദിവസവും ഉണ്ടാകുന്ന മൂത്രത്തിൻ്റെ അളവ് കൂടി നോക്കുക. 1.5 ലിറ്റർ മൂത്രമാണ്. ഏകദേശം 24 മണിക്കൂറിൽ ഒരു ദിവസം 350 തവണയെങ്കിലും വൃക്കകളിലൂടെ രക്തം കടന്നു പോകും. എന്ന് വെച്ചാൽ 1800 ലിറ്റർ രക്തം മരിച്ച് 170 ലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഉണ്ടാകുമ്പോൾ അതിൽ പുനരാഗിരണം കഴിഞ്ഞ 170 ലിറ്ററിൽ നിന്നും 1.5 ലിറ്റർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഒരു മിനിറ്റിൽ 127 ml ഫിൽട്രേറ്റ് രൂപപ്പെടുന്നു. അതിൽ 126, അതിൻ്റെ 99%ലേറെയും എന്തുതന്നെയാണ് തിരികെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു എന്നർത്ഥം. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. മൂത്രത്തിലെ യൂറിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഒരു ചെറിയൊരു പരീക്ഷണം. 2 ml മൂത്രം എടുക്കുക. ഇത് അതിലേറെ കാണുന്നുണ്ട് ചിത്രത്തിൽ, നോക്കണ്ട. 2 ml തന്നെ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. 2 ml മൂത്രത്തിലേക്ക് സോഡിയം ഹൈപ്പോബ്രോമേറ്റ് ഒരു 4-5 ഡ്രോപ്സ് ഒഴിക്കുക. സോഡിയം ഹൈപ്പോബ്രോമേറ്റ് മൂത്രത്തിലെ യൂറിയയുമായിട്ട് പ്രവർത്തിച്ച് അതിനെ വിഘടിപ്പിക്കുകയും
കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യും, കൂടെ നൈട്രജനും. അതാണ് നുരഞ്ഞു പൊന്താനുള്ള കാരണം ഈ വാതകമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. യൂറിയ ബ്രേക്സ് ഡൗൺ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ, ഹെൻസ് എഫർവെസൻസ് ഒക്കെ. ഈ സോഡിയം ഹൈപ്പോബ്രോമൈറ്റിന്റെ ആ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, അത് ചേർക്കണമെന്ന് കൂടി. അവസാനമായി നമ്മൾ വൃക്കകൾ ആന്തര സമസ്ഥിതി പാലനത്തിന് എങ്ങനെയാണ് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കാണുക. വൃക്കകൾ മാലിന്യങ്ങളെ പുറന്തള്ളുന്നു, അല്ലെ, എക്സ്പെൽഷൻ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ്, അങ്ങനെ സമസ്ഥിതിക്ക് സഹായിക്കുന്നു. ജലവും ലവണവും ബാലൻസ് ചെയ്യിപ്പിക്കുന്നു, വാട്ടർ ബാലൻസ് ആൻഡ് സോൾട്ട് ബാലൻസ്. സോൾട്ട് വാട്ടർ ബാലൻസ് ഇയാൾ നിർവഹിക്കുന്നു, അല്ലേ, സോൾട്ട് വാട്ടർ ബാലൻസ് വൃക്കകൾ നിർവഹിക്കുന്നു. മാത്രമല്ല pH ക്രമീകരണം റെഗുലേഷൻ ചെയ്യുന്നു, റെഗുലേഷൻ ഓഫ് pH. ഇതെല്ലാം വഴി വൃക്കകൾ ആന്തര സമസ്ഥിതി പാലിക്കുന്നതിന് സഹായിക്കുന്നു. ഇനി ഉണ്ടാകുന്ന മൂത്രം യഥാസമയം ഒഴിക്കാതിരുന്നാലും പ്രശ്നങ്ങളാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കിയെന്ന് പതിപോലെ ചില മാതൃകാ ചോദ്യങ്ങളിലൂടെ കടന്നു പോവാം. രക്തത്തിൽ നിന്നും മാലിന്യങ്ങൾ അരിച്ച് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന വൃക്കകളിലെ സൂക്ഷ്മാരിപ്പകൾ. ദി അൾട്രാ ഫിൽറ്റേഴ്സ് വിച്ച് ഫിൽറ്റർ ദി വേസ്റ്റ് സബ്സ്റ്റൻസസ് ഫ്രം ബ്ലഡ് ആൻഡ് എക്സ്പെൽ ആസ് യൂറിൻ സീൻ ഇൻസൈഡ് ദ കിഡ്നീസ്. നെഫ്രോണുകളാണ്, അല്ലേ. സൂക്ഷ്മ അരിക്കലിനുള്ള ബോമാൻസ് ക്യാപ്സ്യൂളിനകത്തെ സൂക്ഷ്മ ലോമികാജാലം. ദ കാപ്പിലറി നെറ്റ്വർക്ക് ഫോർ അൾട്രാ ഫിൽട്രേഷൻ ഇൻസൈഡ് ദി ബോമാൻസ് ക്യാപ്സ്യൂൾ. അപ്പോൾ ഒരു ഫൈനർ കാപ്പിലറി നെറ്റ്വർക്കാണ് അൾട്രാ ഫിൽട്രേഷനിലുള്ള. ഇത് ഗ്ലോമറുലസ് ആണെന്ന് നമുക്കറിയാം, ഗ്ലോമറുലസ്. ഇഫറന്റ് വെസലിന്റെ തുടർച്ചയായി കാണുന്നതും വൃക്കാനളിക്ക് ചുറ്റുമായി പുനരാകിരണത്തിനായി നിലകൊള്ളുന്നതുമായ ലോമികൾ. ബ്ലഡ് കാപ്പിലറീസ് ഫോർ റീഅബ്സോർപ്ഷൻ seen around the renal tubules as the continuation of efferent vessel. അത് ബാഹ്യ നളികാ ലോമികാജാലം അല്ലെങ്കിൽ പെരി ട്യൂബുലാർ കാപ്പിലറീസ്. ചോദ്യം നമ്പർ 2. ഇവിടെ വിട്ടുപോയത് കണ്ടെത്താം, മിസ്സിംഗ് പാർട്ട്. ബ്ലഡ്, രക്തം, മൂത്രം. എളുപ്പമുണ്ട്, അല്ലേ. രക്തത്തിൽ നിന്നും മൂത്രത്തിനിടയ്ക്ക് യൂറിനിടയ്ക്ക് ഇവിടെയുള്ളത് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ചോദ്യം നമ്പർ 3. ഈ ചിത്രത്തിൽ ABCD എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. 3 ചോദ്യങ്ങളുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന ദ്രവം ഏതിലൂടെ? ABCയിലൂടെ. ദ ഫ്ലൂയിഡ് ദാറ്റ് ഫ്ലോസ് ത്രൂ ABC. രക്തമാണ്, അല്ലേ, ബ്ലഡ്. D എന്ന ഭാഗത്ത് കാണുന്ന ദ്രവം ഏത്? ദ ഫ്ലൂയിഡ് സീൻ ഇൻസൈഡ് D. ഇതിൽ നിന്ന് ഊറിയുണ്ടാകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. അപ്പോൾ ഉത്തരം ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. എയും സിയും തമ്മിൽ വ്യാസത്തിലുള്ള വ്യത്യാസത്തിന് കാരണമെന്ത്? ഇത് അപ്രകാരമാണ് അരിക്കലിന് പ്രയോജനപ്പെടുന്നത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ഡിഫറൻസ് ഇൻ ഡയമീറ്റർ ഓഫ് A and C? ഹൗ ഈസ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ഫിൽട്രേഷൻ? ഇവിടെ കൂടുതൽ രക്തമുണ്ട് വരുന്നുണ്ട്, എന്നാൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആയി കുറേ ഭാഗം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ സി എന്ന ഇഫറന്റ് വെസൽ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കൊണ്ടുപോകാൻ കുറഞ്ഞ വ്യാസം മതി, കുറഞ്ഞ ഡയമീറ്റർ മതി. ഇത് എപ്രകാരമാണ് സഹായിക്കുന്നത്? ഈ ഒരു ഡിഫറൻസ് ഇൻ ദി ഡയമീറ്റർ, ഈ വ്യാസത്തിലുള്ള വ്യത്യാസം. ഇവിടെ നമുക്കറിയാം ഒരു പ്രഷർ, ഹൈ പ്രഷർ ഉണ്ടാക്കുന്നു, ഫീൽ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ ആ ഹൈ പ്രഷർ, ആ ഉയർന്ന മർദ്ദം മൂലം അൾട്രാ ഫിൽട്രേഷൻ നടക്കുകയും ചെയ്യും. ഇവിടെ സൂക്ഷ്മ അരിക്കൽ നടക്കും. അവസാനമായിട്ട് നെഫ്രോണിന്റെ ഘടന കാണിക്കുന്ന ചിത്രം വരച്ച് ഡ്രോ എ നീറ്റ് ഡയഗ്രാം ഓഫ് നെഫ്രോൺ ഷോയിങ് ഇറ്റ് സ്ട്രക്ചർ. എന്തൊക്കെ ലേബൽ ചെയ്യണം? താഴെ കൊടുത്തവയുടെ പേര്, ലേബൽ ദ നെയിം ഓഫ് ഫോളോവിങ് പാർട്സ് ഓൺ ഇറ്റ്. ഒരറ്റത്ത് കപ്പ് പോലെയുള്ള ഭാഗം, ദ കപ്പ് ഷേപ്ഡ് പാർട്ട് ഓഫ് വൺ എൻഡ്. നമുക്കറിയാം ഈ ഒരു ഭാഗമാണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. കപ്പിന്റെ തുടർച്ചയുള്ള നീണ്ട കുഴൽ, ദ ലോങ് ട്യൂബിൾ ഫ്രം ദി കപ്പ്, അതാണ് റീനൽ ട്യൂബിൾ അല്ലെങ്കിൽ വൃക്ക നളിക. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അവസാന പാർട്ടിൽ കാണാം. നന്ദി, നമസ്കാരം.